ആണ് വാഴൂലെന്ന് പറഞ്ഞത് ശരിയാവൂ എന്റെ ഭഗവാനെ? അങ്ങനെ വല്ലതും ഉണ്ടായ നമുക്കെല്ലാവർക്കും കൂടെ കുറച്ച് വേഷം വാങ്ങി അങ്ങനെ കഴിക്കാം. ആരുമില്ലേ ഇവിടെ? അല്ല, ഇത് ആരാ വന്നിരിക്കണേ? കയറിയിരിക്കും രാമൻകുട്ടിയാരെ. അവൻ എവിടെ? നാരായണൻകുട്ടി. ആ, ഇവിടെ ഒളിച്ചിരിക്കായിരുന്നോ? ഇവിടുന്ന് പുറപ്പെട്ടെങ്കിലും അങ്ങോട്ട് എത്താൻ കഴിഞ്ഞില്ല. അതൊന്നും ഇപ്പൊ വിസ്തരിക്കണ്ട, ഒക്കെ അറിഞ്ഞിട്ടാ വരുന്നത്. ഒരു കുറ്റവും ചെയ്യാത്ത ഞങ്ങളുടെ കുട്ടിയെ പോലീസ് നയന്റെ തന്റെ പീടിയുടെ മുമ്പിൽ വന്നത്. ആർക്കാ അതൊക്കെ അറിയാ രാമൻകുട്ടി നായരെ? കേസും ഞാനുമായിട്ട് ഒരു ബന്ധവുമില്ല, അതാ സത്യം. സത്യാവസ്ഥയൊക്കെ നാട്ടുകാർ പറഞ്ഞറിഞ്ഞു. എന്ത് സത്യാവസ്ഥ? എന്ത് സത്യാവസ്ഥയാ നാട്ടുകാർ പറഞ്ഞത്? ഞാനത് എന്റെ നാവുകൊണ്ട് പറയണോ? കേൾക്കാൻ അത്ര സുഖം ഉണ്ടാവും അത്? ശ്രീദേവി എന്തെങ്കിലും പറഞ്ഞോ? ശ്രീദേവിയുടെ കാര്യങ്ങളൊന്നും നീ ഇനി അന്വേഷിക്കണ്ട. ആ മോഹങ്ങളൊക്കെ അവസാനിപ്പിച്ചെന്ന് പറയാനാ ഞാനിവിടെ വന്നത്. എന്താ രാമൻകുട്ടി നായരെ ഇങ്ങനെയൊക്കെ പറയുന്നത്? അവര് തമ്മിൽ ഇഷ്ടമാണെന്നല്ലേ പറയണത്? ഇഷ്ടോ? കൊലക്കുറ്റത്തിനുള്ള ശിക്ഷ എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക്? ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ഒരു ടീച്ചർ ഉണ്ടല്ലോ, എന്താ ഉള്ള പേര്? ഓ, എന്റെ നാവുണ്ട്. ആ, ശ്രീദേവി. അവളോട് അന്വേഷിച്ച? സംശയമുള്ള എല്ലാവരോടും അന്വേഷിച്ചു. കൊന്നയാളിന്റെ ഉദ്ദേശം വ്യക്തമല്ല. കൊന്നവന്റെ ഉദ്ദേശമൊക്കെ എനിക്കറിയാം. ആരുടെ ഉദ്ദേശം എന്നാ പറഞ്ഞേ? ഞാൻ അതൊന്നും പറയില്ല എന്റെ സർക്കിൾ ഇൻസ്പെക്ടറെ. സർക്കിൾ ആയിട്ടില്ല, സബ് ഇൻസ്പെക്ടറാണ്. ആയിക്കോട്ടെ, ചത്തത് നമുക്ക് വേണ്ടപ്പെട്ട കുട്ടി, കൊന്നവനോ അതും നമുക്ക് വേണ്ടപ്പെട്ടവൻ. അവന് കൃത്രിമ കാല് വെച്ചു കൊടുത്തതും കട വെച്ചു കൊടുത്തതും ഒക്കെ ഞാനാ. അവൻ എന്തിനായിരിക്കും ഹേമയെ കൊന്നത്? അത് അവനോട് ചോദിച്ചാലല്ലേ അറിയൂ. ഞാനൊന്നും പറയില്ല. എന്റെ എന്ത് ഇൻസ്പെക്ടർ പറഞ്ഞേ? ആ, സബ് ഇൻസ്പെക്ടർ. ഞങ്ങൾക്കും സംശയം അവനെ തന്നെയാ. പണ്ട് ഇവനാ ഹേമയുടെ കൂടെ ഗുരുവായൂർക്ക് ഒരു ട്രിപ്പ് അടിച്ചു, ഒരവിഹിത യാത്ര. പിന്നെ കേട്ടു മറ്റേ ടീച്ചറായിട്ട് പ്രേമാണെന്നോ, ആ ടീച്ചർ ഇവനൊരു മിക്സി കൊടുത്തു എന്നോ, മിക്സി അടിച്ചു എന്നോ. ഇവന് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ? അതൊക്കെ പോട്ടെ, നിങ്ങളൊരു കാര്യം ചെയ്യും, അവനെയും ആ ചാവാത്ത ടീച്ചറെയും കൂടി ഒരു പിടിപിടിച്ച സംഗതിയൊക്കെ വിളിച്ചത് വരും. ഞാൻ കരുതി ഇനി നമ്മൾ തമ്മിൽ കണ്ടുമുട്ടില്ലെന്ന്. എന്നെ അങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നതല്ലേ? എന്നെ കാണാതിരിക്കാൻ വേണ്ടിയാണ് ദേവി ജോലി രാജിവെച്ചെന്ന എല്ലാരും പറയുന്നത്. ഞാനും കരുതി ദേവി എന്നെ വെറുത്തിട്ടുണ്ടാവുന്നു. കരയല്ലേ? ജോലി വേണ്ടെന്ന് വെച്ചു, അത് എനിക്ക് ഇഷ്ടമല്ല. എന്നിട്ട് ഇന്നലെ ഞാൻ വന്നു, അപ്പോഴും കട തുറന്നിട്ടില്ല. ഇന്നിപ്പോ കുമാരേട്ടൻ പറയാ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവുമെന്ന്. എന്താ കട തുറക്കാത്തത്? ഞാൻ പറഞ്ഞില്ലേ, മനസ്സിൽ പലതും ആലോചിച്ച് പരിപ്പിച്ചു. ഒന്നിനും ഒരു താല്പര്യമില്ലാണ്ടായി. അതുകൊണ്ടാ കടയും കച്ചവടമൊക്കെ. ഇപ്പൊ സന്തോഷായില്ലേ? ഒരു കാര്യം കൂടി അറിയണോ എനിക്ക്? ഈ കൊലപാതകത്തിൽ എനിക്കും പങ്കുണ്ടെന്ന് ദേവി വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും വിശ്വസിച്ചിട്ടില്ല. സമാധാനായി. ഇനിയിപ്പോ ആരെന്ത് വേണേലും പറഞ്ഞോട്ടെ, നീ എന്റെ കൂടെ ഉണ്ടല്ലോ. ഇവിടെ വരാൻ.
എന്താടി കണ്ണീരും കയ്യും നിന്നെ പഠിപ്പിച്ചവൻ? അനാവശ്യം പറയരുത്. കണ്ണി കണ്ട പെൺകുട്ടികളെ വളച്ച് ഗർഭമുണ്ടാക്കി കൊന്ന് ചാക്കി കെട്ടിത്താത്തിയിട്ട് ചൂടാവുന്നോടാ പാട്ടി. കേരള വണ്ടിയില് ഈ മനുഷ്യൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല സാർ. ഇവൻ ചെയ്യുന്നൊക്കെ നിന്നോട് പറഞ്ഞിട്ടാ? ദേ പെണ്ണാണ്, പിടയ്ക്കരുത്. നിന്നെ കൂടെ പ്രതി ചേർത്ത് സ്റ്റേഷനിൽ കൊണ്ടുപോയി നാവ് പിഴുതെടുക്കും. കേരള റാസ്കൾ. അയ്യോ, സാർ, സാർ, ഞാൻ പറയുന്നത് വിശ്വസിക്കൂ. സാർ, please. സാർ, അങ്ങോട്ട് കൊണ്ടുപോലെ സാർ. ദേവി, നീയാണോടാ നാരായണൻകുട്ടി? അതെ സാർ. നീയും ആ ഹേമയുമായിട്ട് എന്തായിരുന്നു ബന്ധം? ഒരു ബന്ധമില്ല സാർ. നീയല്ലേടാ അവൾക്ക് ഗർഭമുണ്ടാക്കിയത്? അയ്യോ അല്ല സാർ. അതിനല്ലേടാ നീ അവളെ കൊന്നത്? അറിയില്ല സാർ. പിന്നെ ആരാടാ കൊന്നത്? എനിക്കൊന്നും അറിയില്ല സാർ. അപ്പൊ കൊന്നത് നീയല്ല അല്ലേ? അല്ല സാർ. അപ്പൊ ചാക്കി പൊതിഞ്ഞ് പുഴയെ കെട്ടിത്താത്തിയതോ? എനിക്കൊന്നും അറിയില്ല സാർ. ഇത് നിന്റെ കടയിലെ ചാക്കല്ലേ? സൂക്ഷിച്ചു നോക്കടാ. പറയടാ. അതെ സാർ. നീ അറിയാതെ പിന്നെങ്ങനാടാ ഈ ചാക്കിനുള്ളിൽ ശവം വന്നത്? അത് ഞാനറിയാതെ മറ്റാരെങ്കിലും. ഇവിടെ വാ. ആരടേ മറ്റാരെങ്കിലും? പറയടാ. പറയടാ, ആരോടാ അവൻ? അപ്പുട്ടി, അപ്പുട്ടി.